ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ റിവിഷൻ ഡേ ആയിരുന്നു. എല്ലാവരും റിവിഷനൊക്കെ ചെയ്തോ? പിന്നെന്താണ്, പെൻഡിങ് എല്ലാം തീർത്തോ? അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഒരു റിലാക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോയോ? എന്തെങ്കിലുമൊക്കെ റിലാക്സ് ചെയ്തോ? ഞാൻ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡിൻ്റെ റിലേറ്റീവിൻ്റെ ഒരു വീടുണ്ടായിരുന്നു. അപ്പം അവിടെ അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഞാനൊരു ആഫ്റ്റർനൂണാണ് പോയത്. പിന്നെ ഒരു നൈറ്റോടെ തിരിച്ചെത്തി. ആഫ്റ്റർനൂൺ ആണ് പോയത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. ഈവനിങ് ആയപ്പോൾ പിന്നെ അങ്ങനെ രാത്രിയിലായപ്പോഴത്തേക്ക് വന്നു. അങ്ങനെയൊക്കെ എൻ്റെ ഒരു ഡേ പോയി. ഞാൻ രാവിലെ ഇരുന്ന് റിവിഷനൊക്കെ കുറച്ച് ചെയ്തു. അങ്ങനെയൊക്കെ പോയി, കുഴപ്പമില്ലാതൊക്കെ പോയി. പക്ഷേ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിനൊന്നും ഉള്ള ടൈം കിട്ടിയില്ല. പിന്നെ എന്താണ്, നിങ്ങളുടെ ഈ വീഡിയോ ഞാനിപ്പം അവിടുന്ന് വന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നാളെ, അപ്പം നമ്മുടെ ഇന്ന് ഒരു ഡേ ഇങ്ങനെ പോയല്ലോ. അപ്പോൾ 1 വീക്കായി നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ എന്തൊക്കെയാണ് ഇപ്പം പഠിച്ചതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? SCRT നമ്മൾ ഹിസ്റ്ററി എടുത്തു, ജോഗ്രഫി എടുത്തു, കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു. പിന്നെ നമ്മൾ ആ ഒരു ഭാഗം എല്ലാം തീർത്തു. ഓക്കെ. പിന്നെ നമുക്ക്, അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെയാണ് നമ്മളിപ്പോൾ തീർത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ തീർത്തു. അപ്പോൾ അത്രയും ഒരു മനസ്സിൽ നിങ്ങൾക്കൊരു റിലാക്സേഷൻ കിട്ടുന്നില്ലേ? അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ സയൻസിലോട്ടാണ് കിടക്കുന്നത്. സയൻസ് കുറച്ചേറെ നമുക്ക് പഠിക്കാനുണ്ട്. സയൻസ് ഒത്തിരി ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്. നിങ്ങൾ ഇപ്പം ഞാൻ ഇടുന്ന ടൈം ടേബിൾ കണ്ട് നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാനുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഞാൻ ഫിസിക്സ് 2 ദിവസം കൊണ്ടാണ് നമുക്ക് തീർക്കേണ്ടത്. പക്ഷെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ എല്ലാം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ് കേട്ടോ. 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും കൊണ്ടാണ് ഞാൻ ഇന്ന് പഠിക്കാൻ തരുന്നത്. പക്ഷേ എല്ലാം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്. 8 മാത്രമാണ് കുറച്ചുകൂടെ ഉള്ളത്. അല്ലാതെ ബാക്കിയെല്ലാം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്. ഞാൻ മാക്സിമം നാളെ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ 5ഉം 6ഉം 7ഉം 8ഉം ചാപ്റ്റർ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ നോക്കാം. ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനെ എടുത്തു തരാൻ നോക്കാം. പിന്നെ ഇത് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് ചാപ്റ്ററിൻ്റെ പേരുകൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ ഓരോന്ന് പറയാമേ. അപ്പം നാളെ നമ്മുടെ 9th ഡേ ആണ്. ഓക്കെ. അപ്പം നമ്മൾ നാളെ പഠിക്കുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ ഫിസിക്സിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, 5ാം ക്ലാസ്സിലെ മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. കുഞ്ഞു ചാപ്റ്ററാണ് കേട്ടോ. ഇതെല്ലാം കുഞ്ഞു ചാപ്റ്ററാണ്. മാനത്തെ നിഴൽ കാഴ്ചകൾ. പിന്നെ ചാപ്റ്റർ 5 ഊർജ്ജത്തിൻ്റെ ഉറവിടങ്ങൾ. പിന്നെന്താണ് ചാപ്റ്റർ 6 ഇത്തിരി ശക്തി ഒത്തിരി ജോലി. ചാപ്റ്റർ 9 ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. ഓക്കെ. പിന്നെ ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 4 ചലനത്തിനൊപ്പം. ചാപ്റ്റർ 7 ആകർഷിച്ചും വികർഷിച്ചും. ഇതിനകത്തെല്ലാം കുറച്ച് പോയിന്റ്സുകൾ നമ്മുടെ നമ്മുടെ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററുകളെല്ലാം ഇടുന്നത് കേട്ടോ. അപ്പം ചാപ്റ്റർ 8 തിങ്കളും താരങ്ങളും. അതുപോലെ തന്നെ ക്ലാസ് 7 ചാപ്റ്റർ 7 മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും. ഓക്കെ. ഇനി ക്ലാസ് 8ൻ്റെ ചാപ്റ്റർ 8 അളവുകളും യൂണിറ്റുകളും. ചാപ്റ്റർ 9 ചലനം. ചാപ്റ്റർ 10 ബലം. ചാപ്റ്റർ 18 പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ. ഇനി ചാപ്റ്റർ 19 ശബ്ദം കേട്ടോ. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മുടെ ഫിസിക്സിൽ വരുന്നത്. ഇനി കുറച്ചുകൂടെ ഉണ്ട്, 9th 10th ഉണ്ട്. അത് നമുക്ക് നാളെ നോക്കാം. അപ്പം നമുക്ക് ഇത്രയും ഭാഗങ്ങൾ നാളെ നിങ്ങൾ നോക്കണം. പിന്നെ കറണ്ട് അഫേഴ്സ് വരുന്നത് സ്റ്റേറ്റ് ഫിലിം അവാർഡ് നോക്കണം. 2023ഉം 2022ഉം നോക്കിക്കോളൂ കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ ഇട്ടുതരാം. അല്ലെങ്കിൽ PDF ടെലിഗ്രാമിനകത്ത് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഓസ്കാറൂടെ നോക്കണം കേട്ടോ. ഓസ്കാർ ഈ സ്റ്റേറ്റ് ഫിലിം അവാർഡ് PDFിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും നോക്കണ്ട. നമുക്കറിയാമല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ PDFിനകത്ത് ഒരുപാട് കാര്യങ്ങൾ തരും. എല്ലാം കൂടെ നോക്കണ്ട. എങ്കിലും മെയിൻ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. പിന്നെ ഓസ്കാറുണ്ട്. ഓസ്കാറിലും എല്ലാം ഒന്നും നോക്കണ്ട. നമ്മുടെ മലയാളം ഫിലിമിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അതായത് നായകനും നായികയും അങ്ങനെയുള്ള മെയിൻ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി.
അപ്പം 96th ഓസ്കാറാണ് അതുള്ളത്. പിന്നെ മാത്സ് ഭിന്നസംഖ്യകളാണ് കേട്ടോ. മാത്സ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് അത് നോക്കണം നാളെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നാളെ നോക്കേണ്ടത്. നമ്മൾ ഇതുവരെ 1 വീക്ക് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി. ഓക്കെ, ഇനി നെക്സ്റ്റ് വീക്ക് നമ്മൾ വീണ്ടും എന്താണ്, ഇന്ന് നേരത്തെയൊക്കെ കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നേരത്തെ കിടന്നിട്ട് നമ്മൾ ടൈമൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നാളെ നന്നായിട്ട് 1 വീക്കിന് വേണ്ടിയിട്ടുള്ള ഇത് തുടങ്ങുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞായറാഴ്ച വീണ്ടും ചെറിയൊരു റെസ്റ്റ് ഞാൻ തരാമേ നെക്സ്റ്റ് വീക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 1 വീക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് കഷ്ടപ്പെടുന്നവർക്കേ ആ റെസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീക്ക് നന്നായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എന്താണ്, കുട്ടികളുടെയും വീട്ടുജോലിയും അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് നമ്മൾ മാനേജ് ചെയ്യണം. നമ്മൾ തന്നെ ഒന്ന് മാനേജ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ട് നമ്മളത് ചെയ്യുക കേട്ടോ. അപ്പം പിന്നെന്താണ് പറയാനുള്ളത്, അപ്പം എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് കിട്ടും എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് നമുക്ക് വേണം എപ്പോഴും. കാരണം എന്താണ്, നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് കിട്ടത്തില്ല. എനിക്കിത് നേടാൻ പറ്റും, ഞാനത് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് നേടിയെടുക്കാൻ പറ്റുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പലരും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് അങ്ങ് നമ്മൾ വ്യതിചലിച്ചു പോകും. എനിക്കിത് കിട്ടത്തില്ലായിരിക്കും എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. അപ്പം അത് നമ്മൾ മാറ്റിയെടുക്കുക. നമുക്ക് നേടാൻ പറ്റും, നമ്മൾ നേടിയെടുക്കും എന്നുള്ളൊരു തീവ്രമായൊരു ഒരു ഫയർ ഉള്ളിൽ വേണം കേട്ടോ. അപ്പം അത് വെച്ച് വേണം പഠിക്കാൻ. എന്തായാലും ഈ ഒരു 1 വീക്ക് ഈ ഒരു എക്സാം ഞാൻ എൻ്റെ മാക്സിമം എടുത്ത് ഈ ഒരു എക്സാം ഞാൻ എന്തായാലും ഒന്ന് എഴുതും, അതിനുശേഷം ബാക്കിയുള്ളത് നോക്കാം എന്നുള്ളത് ഇതുവരെ ഞാനൊരു എക്സാമിന് കൊടുക്കാത്ത അത്ര ഒരു എഫോർട്ട് ഞാൻ ഈ ഒരു എക്സാമിന് കൊടുക്കും, പിന്നെ ഞാൻ നോക്കാം എന്നുള്ളൊരു ഫയർ ഉള്ളിൽ നിന്ന് വരണം കേട്ടോ. അപ്പം അത്രയ്ക്കൊരു ഹാർഡ് വർക്ക് വേണം നമ്മൾ ഈ ഒരു എക്സാമിന് എടുക്കാൻ. ഓക്കെ, അപ്പം നിങ്ങളുടെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇത് തോന്നും. അപ്പം നിങ്ങൾക്ക് മെയിൻ എക്സാമിലോട്ട് ചെല്ലാൻ അപ്പം പെട്ടെന്ന് നമുക്ക് തന്നെ തോന്നും, ഞാൻ ഇത്രയും ചെയ്തപ്പോൾ ഇത്രയും എത്തിയപ്പോൾ ഇനി മെയിൻ എക്സാമും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. അപ്പം എല്ലാവരും കമൻസ് ഇടുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും നല്ല സന്തോഷം തോന്നാറുണ്ട്. അപ്പം എന്താണ്, ഞാൻ SCRT ഇതുപോലെ ഇടുന്നുണ്ട്. SCRT നിങ്ങൾക്ക് കുറച്ച് പേരൊക്കെ പറഞ്ഞു, എന്നാലും കുറച്ചുകൂടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എല്ലാ ചാപ്റ്റേഴ്സും ഇടാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം എന്താണ്, നമുക്ക് സയൻസിൻ്റെ ചാപ്റ്റേഴ്സ് ഞാൻ നാളെ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇടാൻ നോക്കാം. പിന്നെന്താണ് പറയുന്നത്, കറണ്ട് അഫേഴ്സും നോക്കാം. പിന്നെ എന്താണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, വീഡിയോസ് റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ കേൾക്കുക. അപ്പം പിന്നെ എന്താണ് പറയാനുള്ളത്, നന്നായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, കാരണം ഞാനും ടയേർഡാണ്, ഇനി ഞാനും ഉറങ്ങാൻ പോവാണ്. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുവാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താണ്, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്കും വരാൻ ഇനിയും സമയമുണ്ട്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം കഴിഞ്ഞതേ ഉള്ളൂ SCRT. അപ്പോൾ ഇനിയും നമ്മൾ വീണ്ടും റിവൈസ് ചെയ്ത് വരും. അപ്പോൾ വീണ്ടും അവർക്ക് ഇത് കിട്ടും. അപ്പോൾ ഇനിയും വരാൻ സമയമുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സ്ഥിരമായിട്ട് എനിക്കൊക്കെ പണ്ട് തോന്നിയിട്ടുണ്ട്, എന്നെ ഇങ്ങനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ കേൾക്കാൻ ഒരു ഇത് തോന്നാറുണ്ടായിരുന്നു. അപ്പം എപ്പോഴും ഇന്ന് ഞാനൊരു റിലേറ്റീവിനെ വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ, അപ്പം ആ കുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചതാണ്. അപ്പം അങ്ങനെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പം ഞാൻ അന്നേരം വിചാരിക്കുന്നത്, നമുക്കൊരു സ്വന്തം കാലിൽ നമ്മൾ നിന്നായിരുന്നെങ്കിൽ ഇപ്പം അവക്കും ഒരു വിൽ പവർ വന്നേനെ. നമുക്ക് ആർക്കാണ് എന്താണ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നാളെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു തൂണുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒറ്റക്കാലിൽ നമുക്ക് നിൽക്കാനുള്ള ഒരു ഇത് എപ്പോഴാണെങ്കിലും, അത് എന്ത് സാഹചര്യമാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്കത് വേണം കേട്ടോ. അപ്പം ആ ഒരു ഇത് ശരിക്കും എൻ്റെ മനസ്സിൽ വീണ്ടും ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്നുള്ളവരൊന്നും നാളെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്ന് നമുക്ക് ആശ്രയമുള്ള ഒരു കാര്യമൊന്നും നാളെ നമുക്ക് ഇതേ ഒരു ഇത് കാണണമെന്നൊന്നുമില്ല. എപ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ കൂടെ കണ്ടോട്ടെ, കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സ്വാതന്ത്ര്യമായിട്ട് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു
ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പഠിക്കുക. ഈ ഒരു ഡേറ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡേറ്റിനുള്ളിൽ എനിക്ക് തീർക്കണം, എനിക്ക് എത്തണം എന്നുള്ള ഒരു ഡേറ്റ് ഈ ഒരു ഡേറ്റ് ഇത് ടാർഗറ്റ് ആക്കി വെച്ചേക്കുക കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ കമൻറ്റ് ബോക്സിൽ. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ളവർ ഒന്ന് ജോയിൻ ചെയ്തേക്കൂ കേട്ടോ. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ജോയിൻ ചെയ്തേക്കും. അതിനകത്ത് PDF എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ താങ്ക് യു.